സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം പാലം. വേമ്പനാട് കായലിന് കുറുകെയും മഴവില്ല് പോലൊരു പാലമാണ് നിർമ്മാണം പൂർത്തീകരിച്ച് അടുത്ത മാസം 7-ാം തീയതി ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. എറണാകുളം ആലപ്പുഴ ജില്ലകൾക്കിടയിലാണ് 1.25 കിലോമീറ്റർ ദൂരത്തിൽ കിബി ഫണ്ടിൽ നിന്ന് 100 കോടി രൂപ ചെലവാക്കി ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പെരുമ്പളംകാരുടെ ജീവന്റെ വിലയുള്ള പാലമാണ് യാഥാർത്ഥ്യമാകുന്നത്. 1.25 കിലോമീറ്ററിൽ ദ്വീപിന്റെ ഹൃദയം തൊടുന്ന പാലം. ഒരു പാലം ഒരു നാടിന്റെ കണ്ണീരൊപ്പുന്നത് എങ്ങനെയാണ്? അതറിയണമെങ്കിൽ ഈ നാടിനെ കുറിച്ചറിയണം. ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് 5 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള തുരുത്ത്. ജനസംഖ്യ 10,000-നടുത്തു മാത്രം. ജലഗതാഗതം മാത്രം ആശ്രയമായിരുന്ന പെരുമ്പളത്തിന്റെ ദുഃഖം അവരുടേത് മാത്രമായിരുന്നു. ഈ വള്ളത്തെ പോകുമ്പോൾ നമ്മൾ വർഷകാലത്തൊക്കെ ഈ കാറ്റും കോളും ഒക്കെ പിടിക്കും. വള്ളം വിട്ട് പോകുമ്പോൾ കുഴപ്പമുണ്ടാകുകയില്ല. ഇങ്ങനെ കാറ്റും കോളും ഒക്കെ പിടിച്ച് 2-3 പേര് ആളുകൾ മരിക്കാനിടയായിട്ടുണ്ട്. യാത്രക്കാരോട്ട് വന്ന വള്ളം കാറ്റിലും മുതലും പെട്ട് മുങ്ങിയ സാഹചര്യം വരെ പെരുമ്പളത്തുകാർ അനുഭവിച്ചിട്ടുണ്ട്. രാത്രി 9:45 കഴിഞ്ഞെന്നാൽ പെരുമ്പളത്തിന് പുറത്തേക്ക് പോകാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അവിടെയാണ് ഞങ്ങൾ തീർത്തും ബന്ധിക്കപ്പെട്ടവരായിരുന്നു. പിന്നെ എമർജൻസി വന്നു കഴിഞ്ഞെന്നാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളും പിന്നെ കഴിഞ്ഞ LDF ഗവൺമെൻറ് അനുവദിച്ച ഒരു ആംബുലൻസ് ബോട്ടും ഒക്കെയാണ് രാത്രി കാലങ്ങളിൽ ഒരു രോഗിയെയും കൊണ്ടക്കരെ പോകാൻ ഞങ്ങൾക്ക് സഹായകരമായിരുന്നു. ഈ സമീപ പ്രദേശങ്ങളിലെ കരകളിലെല്ലാം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നൊരു സമയം വരും. ഭയങ്കര കാറ്റും കോളും വരുമ്പോഴേക്കും. അപ്പോൾ പിന്നെ കര പോലും നമുക്ക് കാണാൻ കഴിയില്ല. ദിക്ക് എവിടെയെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ എങ്ങോട്ട് വള്ളം വലിച്ചു പോകും. ജയിൽ മോചിതരാവുകയാണ് പെരുമ്പളംകാർ. വേമ്പനാട് കായലിന് കുറുകെ മഴവില്ല് പോലൊരു പാലം. പെരുമ്പളം ചുവട് വെക്കുന്നു ആ പാലത്തിലൂടെ. മാർച്ച് 7-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലം നാടിന് സമർപ്പിക്കും. ജീവിതത്തിലെ നേട്ടം ഏതാണെന്ന് ആരോട് നിങ്ങൾ ചോദിച്ചാലും അവർ പറയും അത് ഈ പാലം തന്നെയാണെന്ന് പറയും. ചാകനു മുമ്പ് സന്തോഷമായി പോയി പാലം കണ്ടത് കൊണ്ട്. വളരെ സന്തോഷം. എൻ്റെ മോൻ വയറ്റിലാണ്. ഇനിയിപ്പോൾ എപ്പോഴും വരാവന്. ശാശ്വത പരിഹാരം ഇത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യങ്ങളായത്. ഞങ്ങളുടെ അടുത്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും വലിയ സന്തോഷം. അത്ര ദുരിതം ഞങ്ങൾ അനുഭവിച്ചത്. ഉദ്ഘാടന ദിവസം തന്നെ ദ്വീപിലേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു KSRTC ബസ് ഓടിത്തുടങ്ങും. പാലം കടന്ന് കേരളം പെരുമ്പളം ദ്വീപിലേക്കെത്തും. അഭിമാനമാകും പെരുമ്പളം പെരുമ. ചേർത്തല അരൂക്കുറ്റി റോഡിൽ നിന്നും പെരുമ്പളം ദ്വീപ് വഴി വൈക്കം, പൂത്തോട്ട, തൃപ്പൂണിത്തറ സംസ്ഥാന പാതയിലെത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പെരുമ്പളം പാലം. പതിറ്റാണ്ടുകളായുള്ള പാലം എന്ന ആവശ്യത്തിന് ജീവൻ വെച്ചത് 2006-ൽ VS സർക്കാരിന്റെ കാലത്താണ്. മാരിഫ് അന്നു മുതൽ പാലത്തിനായുള്ള ഇടപെടൽ നടത്തി. സർക്കാരുകൾ മാറി വന്നതോടെ പാലം കടലാസിലൊതുങ്ങി. പിന്നീട് 2016-ൽ പിണറായി സർക്കാർ പൊതുജീവൻ നൽകി. 100 കോടി രൂപയുടെ കിഫ്ബി കരുത്തിലാണ് പാലം കരതൊട്ടത്. ചിരിക്കാൻ മറന്നവരെ ചിരിപ്പിക്കുന്നതുകൂടിയാണ് വികസനം. അങ്ങനെ പെരുമ്പളംകാർ ചിരിച്ചു തുടങ്ങുകയാണ്. പെരുമ്പളം ദ്വീപിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.